ഞാൻ പോണു. എവിടേക്ക്? ഇനി ഒരു ദിവസം ഇവിടെ നിന്നാലേ എന്റെ ജീവനാവത്താ. നീ എന്തോന്നാടി ഇത്? നീ എങ്ങോട്ട് പോകുന്ന പറഞ്ഞ? ഞാൻ ഇവിടുന്ന് പോട്ടെ, രക്ഷപ്പെടട്ടെ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ട്? എനിക്ക് വീടില്ലേ? അപ്പച്ചി പോണെങ്കി പോട്ടച്ചാ, എന്റെ മേക്കപ്പ് സാധനങ്ങളൊന്നും തീരത്തില്ല. എടി കുഞ്ഞെ, ആ വൈദ്യർക്കിട്ട് നമ്മൾ പണി കൊടുത്തിട്ടുണ്ട്, നീ ക്ഷമിക്കേ. അരിഷ്ട സന്തോഷം മാത്രല്ല, ഇവിടെയുള്ള പലർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. അത് നീ അന്യല്ല ഉദ്ദേശിച്ചേ? ചേച്ചീനെ മാത്രല്ല, ചേച്ചിയുടെ മക്കളെ എനിക്ക് സംശയമുണ്ട്. സരിതേ, നീ എന്നെ വേണമെങ്കിൽ എന്ത് പറഞ്ഞു, പക്ഷെ എന്റെ മക്കളെ പറയും. ഞാൻ എല്ലാവരും പറയും, ഈ വീട്ടിൽ സകല ആൾക്കാരും പറയും. അമ്മേ, അമ്മയ്ക്കൊന്നും മിണ്ടാനില്ലേ? എന്താ അമ്മ അത്? മകളെ ഇങ്ങനെ പീഡിപ്പിക്കാണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നില്ലേ? എടി എന്തോ അടി ഇത്? കുറച്ചൊക്കെ മര്യാദ വേണ്ട. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്ന ഒരു വീട്ടില്? എന്നോട് കാട്ടിയ മര്യാദ മതി. എന്റെ ജീവൻ പോവാഞ്ഞത് എന്റെ ഭാഗ്യം. ഞാൻ പോണു. എല്ലാവരും ഞാൻ കാണിച്ചു തരണ്ടാ. അങ്ങനെ പോവല്ല സരിതേ. അവള് പോട്ടറി, പോട്ടെ. ഞാൻ പോവാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ഇത് പോയാലേ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുള്ളൂ. വെട്ടിച്ചൊന്തൊരു കനോട് പോവല്ലെന്ന് പറ. ഞാൻ പോയി. പറയാനല്ലേ പറ്റുള്ളൂ, കേൾക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? അമ്മക്ക് വിളിക്കായിരുന്നു. എടി ഇവിടെ നിന്ന് ആ പെണ്ണ് മടിച്ചായി പോവും. അവൾ വീട്ടിൽ പോയി നിന്നിട്ട് അവിടെ കൊച്ചിനെ കുടുംബത്തെ പണിയൊക്കെ നോക്കട്ടെ. ഇവിടെ കെട്ടിക്കുന്നതിരാ ഷോയമ്മ വെറുതെ. ഇത് പൂമറങ്ങോലെ ഇപ്പൊ തിരിച്ചു വരും. കൂടി അവിടുന്ന് എന്ത് പറഞ്ഞാൽ അവൾ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഒച്ചയും ബഹളൊക്കെ തന്നെയാണ്. ഓ എന്തൊരു സമാധാനമല്ലേ? സത്യം. ഇനി ഒന്ന് റിലാക്സ് ചെയ്യാം. ശല്യം പോയത് അമ്മേ. അച്ഛമ്മേ, എനിക്കൊരു സംശയം. അച്ഛൻ തന്നെയാണോ ഈ വൈദ്യരെ ഇറക്കിയിട്ട് അപ്പച്ചീനെ അടിച്ചിറക്കിയത്? വൈദ്യരുടെ കാര്യം ഇവിടെ മിണ്ടിപ്പോയത്. വൈദ്യര് ചേച്ചി ഇത് എന്ത് കോപ്രായ കാണിച്ചോണ്ടിരിക്കണേ? എടാ, അത് കോപ്രായൊന്നല്ല, ഇതിനെ ഫേസ് എക്സസൈസ് എന്ന് പറയും. ഓ, ഫേസ് എക്സസൈസ്. അല്ല, വിവരമുള്ളവർക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ ചേച്ചി ആ ഗ്രൂപ്പ് അല്ലല്ലോ, അതുകൊണ്ട്. എനിക്ക് വിവരം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഈ ലെവലിൽ എത്തിയത്. എന്ത് ലെവലിൽ എത്തിയെന്നാ ചേച്ചി പറയണേ? യു ആർ സ്റ്റിൽ ഓൺ ലെവൽ 0. നീ പോയൊരു വടി എടുത്തോട്ട് വാ, അപ്പൊ ഞാൻ പറഞ്ഞാരോ ഞാൻ ഏത് ലെവലിൽ എത്തിയെന്ന്. വടിയെടുക്കാതെ വാ തുറന്ന് പറയാൻ പറ്റോ? പറ്റില്ല. നിനക്ക് വടി കൊണ്ട് തന്നെ പറയണം. ശരി, ചേച്ചിയുടെ കോപ്രായം കാട്ടിക്കോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. ഓക്കെ ഫൈൻ, ഡിസ്റ്റർബ് മാങ്ങ എടുക്കേണ്ടത് തന്നില്ല. നിന്നെ ഞാൻ ഉപ്പിലിടും. ാണോ ഈ ഓടാനിട്ട്? ആ പ്രകാശന്റെ പാപ്പാടി പ്രകാശന്റെ അമ്മയായി ഞാൻ പിടിക്കൂടി. നീ തരില്ലേ? നിന്റെ അച്ഛമ്മ പറയുന്ന മാല ഇങ്ങോട്ട് വാ. ചേച്ചി ചേച്ചിയുടെ അനിയത്തെ പറയണ മാല കൊടുക്കരുത്. ചേച്ചി ചേച്ചിയുടെ അനിയനാണ് പറയുന്നത് മാല എനിക്കിതാ. ഇത് ആരുടെ മാലയാണ് മക്കളെ? അത് എന്റെ മാലയാടി. അയ്യോ 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 കൊടുക്കല്ലേ. അതാ സരിതപ്പച്ചിക്ക് കൊണ്ടേ കൊടുക്കും അച്ഛമ്മ. ആഹാ, സരിതപ്പിച്ച് കൊടുക്കാനല്ലേ ഈ മാല? എനിക്ക് നല്ല ചേർച്ചുണ്ട്, ഞാൻ ഇട്ടോളാം. അങ്ങനെ ഇപ്പൊ ഇടണ്ട കേട്ടോ. ഇങ്ങോട്ട് വന്നടി. ഞാൻ തരില്ല. അച്ഛമ്മ സരിതപ്പിച്ചിക്ക് മാത്രം എല്ലാ സാധനം മേടിച്ചു കൊടുക്കൂല, ഞങ്ങൾക്കൊന്നും മേടിച്ചു തരില്ലല്ലോ. നിനക്കൊക്കെ മേടിച്ചാൽ എനിക്ക് സൗകര്യമില്ല. എന്നാലും ഇത് തരാൻ എനിക്ക് സൗകര്യമില്ല. ഇങ്ങോട്ട് തരുന്നുണ്ടോ മാല? തരില്ല. എനിക്കിതാ. മാല തരാൻ. എനിക്കിതാ. കൊടുക്കരുത് ചേച്ചി. എനിക്കിതാ. അപ്പുണ്ണിക്ക് കൊടുക്ക്, അപ്പുണ്ണിക്ക് കൊടുക്ക്, അപ്പുണ്ണിക്ക് കൊടുക്ക് ചേച്ചി. അപ്പുണ്ണി അച്ഛമ്മക്ക് താ മോനെ മാല. കൊടുക്കണോ? കൊടുക്കണോ? സരിതപ്പിച്ചിക്ക് കൊടുക്കാനല്ലേ? തരില്ല. നീ തരില്ലേ? ഇങ്ങോട്ട് വന്നെടാ. മാല. ഇവിടെ തരാ മാല. ഇവിടെ തരാ. അടുത്ത നിന്റെ